ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് ടാറ്റ നാനോ ഉണ്ടോ. അപ്പോൾ കസ്റ്റമറെ കംപ്ലയിൻറ്റ് ഓയിൽ ലീക്ക് ആയിരുന്നു. ഓയിൽ ലീക്ക് താഴെ കിടക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു, ബാക്കിലെ കവറും കാര്യങ്ങളും അഴിച്ചു നോക്കി. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇതിൻ്റെ വാൽ കവറിൻ്റെ പാക്കിങ് ലീക്ക് ആയതാണ് കേട്ടോ. ആ സൈഡ് ഫുള്ളായിട്ട് ഓയിൽ ലീക്ക് അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഓയിൽ അടിയിൽ കണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാൽ കവറിൻ്റെ പാക്കിങ് മാറണം. മാറണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഇഗ്നിഷൻ ഓയിൽ അഴിക്കണം. അതിൻ്റെ ബ്രീത്തറിൻ്റെ ഹോസ് ഉണ്ട്, ആ ബ്രീത്തറിൻ്റെ ഹോസ് അഴിക്കണം. ഇത്രയും അഴിച്ച് പിന്നെ വാൽ കവറിൻ്റെ ഒരു 6 ബോൾട്ട് ഉണ്ടായിരിക്കും. ആ 6 ബോൾട്ട് വെച്ചിട്ട് നമുക്ക് വാൽ കവറിന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതിനുശേഷം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇനി ഓരോന്നോരോന്നിട്ട് അഴിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ പ്ലഗിലേക്കുള്ള കോഡ് വയർ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ആ 2 ഉണ്ട്, 2 സിലിണ്ടറാണ്. അപ്പോൾ 2 പ്ലഗ് കോഡ് വയർ അഴിച്ച് മാറ്റി. ഇനി ഇഗ്നിഷൻ കോയിലേക്കുള്ള വയറിങ്ങും അഴിച്ച് മാറ്റി. അടുത്ത് നമുക്ക് ഇഗ്നിഷൻ കോയിൽ അഴിച്ച് മാറ്റും. അതിന് 2 സ്ക്രൂ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്ക്രൂ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഇപ്പുറത്തെ ഒരു സ്ക്രൂ ഉണ്ടാകും. ആ സ്ക്രൂവിൻ്റെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഗ്നിഷൻ കോയിലോട്ട് മാറ്റി വയ്ക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ ഇതിൻ്റെ വാൽ കവർ പാക്കിങ് മാറ്റാൻ. വലിയ കാര്യങ്ങളും കുറേ കാര്യങ്ങളും അയച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 2-3 കാര്യങ്ങൾ അയച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ കോയിലിൻ്റെ 2 സ്ക്രൂ അയച്ചിട്ടുണ്ട്. ഞാൻ കോയിലൊന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചായി. അതിന് ശേഷം നമുക്ക് ബ്രീത്തറിൻ്റെ ഹോസ് ഉണ്ടല്ലോ, ആ ബ്രീത്തറിൻ്റെ ഹോസ് അവിടെ നിന്ന് അഴിച്ച് മാറ്റണം. അതിനൊരു ക്ലിപ്പ് ഉണ്ടായിരിക്കും. ആ പ്ലെയർ വെച്ചിട്ട് ആ ക്ലിപ്പ് ഒന്ന് അഴിച്ച് മാറ്റുക. ഓക്കെ, പ്ലെയർ വെച്ചിട്ട് ക്ലിപ്പ് പുറത്തേക്ക് മാറ്റുക കേട്ടോ. അത് മാറ്റിയിട്ട് ശേഷം ആ ഹോസ് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് വലിച്ചെടുക്കുക. ആ ഹോസൊന്ന് അവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഓക്കെ, ആ ഹോസും കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇനി വാൽ കവറിൻ്റെ ഒരു 6 ബോൾട്ട് ഉണ്ട്, 10ൻ്റെ 6 ബോൾട്ട് ഉണ്ട്. അത് ഓരോന്നായിട്ട് അഴിച്ചു കൊടുക്കണം. അപ്പോൾ 6 ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വാൽ കവർ അവിടെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അത് വാൽ കവറിൻ്റെ അവിടെ നിന്ന് ലീക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ഓടിക്കഴിഞ്ഞാൽ ആ റബ്ബർ ഹാർഡായി കഴിഞ്ഞാൽ ശേഷമാണ് അതിൽ കൂടെ ലീക്ക് വരുന്നത് കേട്ടോ. ആ കയ്യോടെ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഓയിലിങ്ങനെ കുറഞ്ഞു വരും. പിന്നെ അത് എഞ്ചിൻ്റെ സൈഡിൽ കൂടെ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നല്ലപോലെ ഓയിലും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ നമ്മളെ എല്ലാ ബോൾട്ടും അഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാ ബോൾട്ടും അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാൽ കവർ ഒന്ന് ഇളക്കിയെടുക്കണം. ചിലത് നല്ല ടൈറ്റ് ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ഒരു മൈനസ് വെച്ചിട്ട് ഒന്ന് തള്ളി കൊടുക്കേണ്ടി വരും. അല്ലാതെ ഒരു വുഡ് ഹാമർ വെച്ചിട്ടൊന്ന് മേടി കൊടുത്താലും മതി. അധികം മേടരുത്, പ്ലാസ്റ്റിക്കിൻ്റെയാണ്, അതിപ്പോൾ പൊട്ടിപ്പോവും. ഓക്കെ, നമ്മളെ വാൽ കവർ ഇളകിയിട്ടുണ്ട് കേട്ടോ. ഇത് പതിയെ പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ വാൽ കവർ. ഇതിനകത്തുണ്ടോ, ഇതാണ് ഈ റബ്ബർ. ആ റബ്ബർ നമുക്ക് മാറ്റണം. അതായത് സൈഡിൽ കൂടെ ഒക്കെ നല്ല അഴുക്കുണ്ട് കേട്ടോ. ഓയിൽ നല്ല കറക്റ്റ് ടൈമിൽ മാറ്റാത്തതുകൊണ്ട് നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി റബ്ബർ അതായത് പാക്കിങ് അഴിച്ച് മാറ്റണം. അത് നല്ലപോലെ ഹാർഡായി കിടക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഹാർഡായി പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് നല്ലപോലെ ഡീസലോ പെട്രോളോ ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് ആ പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കളയണം. എന്നിട്ട് നമ്മൾ വെള്ളമടിച്ച് ക്ലീൻ ചെയ്യും കേട്ടോ. അത് നല്ലപോലെ ഹാർഡായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാത്ര പ്രയാസം. ഓക്കെ, നമ്മളെ പാക്കിങ് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് പുതിയ പാക്കിങ് കേട്ടോ. ഇതാണ് പുതിയ പാക്കിങ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ അടുത്ത് നമുക്ക് ക്ലീൻ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഭാഗമൊക്കെ നല്ലപോലെ പെട്രോളും കാര്യങ്ങളൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓയിലിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ സൈഡും നമ്മൾ വാഷ് ചെയ്ത് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഡീസലൊക്കെ ഇട്ട് അതിൻ്റെ ചളിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ലപോലെ ഗണ്ണിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ പാക്കിങ് ഇൻസ്റ്റാൾ ചെയ്യണം. പാക്കിങ് ആദ്യം നമുക്ക് വാൽ കവറിൻ്റെ മുകളിൽ ആദ്യം പ്രസ് ചെയ്തേക്കണം. എന്നിട്ട് വേണം അത് അങ്ങോട്ട് ഫിറ്റ് ചെയ്യാൻ. അതേപോലെ ഓരോ ഭാഗത്ത് ആ ഗ്രൂ ഉണ്ട്, ആ ഗ്രൂവിലേക്ക് ഇറക്കി വെക്കണം കേട്ടോ. കറക്റ്റായിട്ട് ആ ഗ്രൂവിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇനി പേസ്റ്റും കാര്യങ്ങളൊന്നും ഇടണ്ട. എല്ലാ സൈഡും ഒരേപോലെ ഇറക്കി വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ബൾജാവാനും കാര്യങ്ങളൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഗ്രൂവിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ടൈറ്റ് ചെയ്യുമ്പോൾ ബൾജാവും. പിന്നെ അതുവഴി ഓയിൽ ലീക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കവർ ഹെഡിലേക്ക് വെക്കുക കേട്ടോ. ഇതേപോലെ ഹോളിൽ കറക്റ്റാക്കി വെക്കുക.
ആ ഹോള് കറക്റ്റാക്കി വെക്കണം. ഇതിന് സ്റ്റഡി പിന്നും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഹോള് കറക്റ്റാക്കി വെച്ചിട്ട് ഓരോ ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ബോൾട്ടും ആദ്യം പിടിപ്പിച്ചേക്കുക, എന്നിട്ട് എല്ലാതും ഒരേപോലെ ടൈറ്റ് ചെയ്യണം. ആദ്യം ഒരെണ്ണമായിട്ട് ടൈറ്റ് ചെയ്ത് എല്ലാതും ഒരേപോലെ ആയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് പഴയ പോലെ തന്നെ എല്ലാ ബോൾട്ടും ഒരേ രീതിയിൽ ടൈറ്റ് പിടിക്കുക. പിന്നെ അഴിച്ച സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.